Hi, my dear and dearest ones. Welcome to Race Education. It's me, Astro Lakshmi Miss. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് we are going to discuss the most important questions. അല്ലേ? അത് എന്തിനോടാണ് പല സ്കൂളുകളിലും ഇപ്പം എക്സാം സീസൺസ് ആണ്. അതായത് ക്ലാസ് ടെസ്റ്റുകളായിട്ടും റിവിഷൻ ക്ലാസ്സുകളായിട്ടും ഈവൻ നിങ്ങൾക്ക് ടേം എക്സാം ആണ്, ഹാഫ് ഇയർലി എക്സാം ആണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ടൈം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കും, ബിക്കോസ് യു ആർ 10 CBSE, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നന്നായിട്ട് പഠിക്കും, ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കും. ബട്ട് വൈൽ വി ആർ കമ്മിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എങ്ങനെ ആൻസർ എഴുതണം, എങ്ങനെ ഒരു ഇക്വേഷൻ എഴുതണം, എങ്ങനെ റിയാക്ഷൻ എഴുതണം, എന്താണ് ഇവിടെ ചോദിച്ചത് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡിസ്കസ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പല കുട്ടികളും ചോദിച്ചൊരു കോൺസെപ്റ്റ് വീഡിയോ ആണ്, മാം വാട്ട് അബൌട്ട് MCQs, ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി, MCQസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ വിൽ ബി റിലേറ്റഡ് ടു ദ MCQ സെഷൻ. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? MCQന്റെ ഒരു സെപ്പറേറ്റ് കോണ്ടന്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? Calcium oxide react vigorously with water to produce slaked lime, and also the equation is given here. ചോദ്യം എന്താണ്? You have to identify which kind of reaction is this. ഒന്ന് പറഞ്ഞേ, ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? കാൽഷ്യം ഓക്സൈഡ് CaO വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ. വിത്തൗട്ട് എനി ഡൗട്ട് നിങ്ങൾ പറയും ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇത് വെറും കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ? നമ്മുടെ ചോദ്യം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ മാത്രമല്ല, ഇവിടെ ഒരു പ്രത്യേകതയും കൂടി സംഭവിക്കുന്നുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റിയാണിത്. എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സോതേർമിക് റിയാക്ഷൻ ഓൾസോ. കാരണം ഇവിടെ ഈ പറയുന്ന ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്ലേക്കഡ് ലൈമായിട്ട് മാറുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോതേർമിക് റിയാക്ഷൻ ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ആ ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് ആൻസർ കിട്ടി എന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ജസ്റ്റ് റീഡ് ഓൾ ദ ഓപ്ഷൻസ്, എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് MCQs നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, വാട്ട് ഇസ് ഒബ്സർവ്ഡ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് പാസ് ത്രൂ ലൈം വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലൈം വാട്ടറിലൂടെ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഷോർട്ട് ഡ്യൂറേഷനിൽ കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആൻഡ് ഓൾസോ വാട്ട് അബൌട്ട് ദ ലോങ് ഡ്യൂറേഷൻ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആസിഡ്സിൽ വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമുക്ക് പ്രൊട്ടക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആസ് വി ഓൾ നോ, വെൻ ദ മെറ്റൽ കാർബണേറ്റ് റിയാക്ട് വിത്ത് ആസിഡ്, അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് റിയാക്ട് വിത്ത് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തിവിടുക എന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഓപ്ഷന്റെ റിയാക്ഷൻ നമ്മൾ എഴുതുകയാണ്. ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ കടത്തിവിടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ലൈം വാട്ടർ. ഇതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ കടത്തിവിടുന്ന സമയത്ത് ദ ലൈം വാട്ടർ വിൽ ടേൺ ഇൻ ടു മിൽക്കി പ്രസിപ്പിറ്റേറ്റ് അല്ലെ? എന്താണ്? ലൈം വാട്ടർ ടേൺസ് മിൽക്കി. അത് എന്തുകൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈം വാട്ടറിലൂടെ. പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? അതാണ് ഇവിടെ ലോങ് ഡ്യൂറേഷൻ എന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടായിട്ടുള്ള കാൽഷ്യം കാർബണേറ്റും വാട്ടറിലൂടെയും നമ്മൾ പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കടത്തിവിടുന്ന സമയത്ത് എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു? യെസ്, കാൽഷ്യം ബൈ കാർബണേറ്റ് ആയിട്ട് മാറുന്നു. അതായത് ദിസ് തിങ് ഇറ്റ് ഈസ് സോല്യൂബിൾ ഇൻ വാട്ടർ. ആ മിൽക്കി പ്രസിപ്പിറ്റേറ്റ് ഇല്ലാതെയാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇൻ സ്റ്റേറ്റ്മെന്റ് വൈസ് നിങ്ങൾ എഴുതണം, ആൻഡ് ഓൾസോ ഇക്വേഷൻ ബേസിസിൽ നിങ്ങൾ എഴുതണം കേട്ടോ. അതാണ് ഇവിടെ ചോദിച്ചത്. ഓൾസോ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇൻ ദ ഫോർ ദ റിയാക്ഷൻസ് ഇൻവോൾവ്. അപ്പോൾ രണ്ടിൻ്റെയും റിയാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
to a solution of sodium hydroxide in a test tube 2 drops of phenolphthalein are added. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ് അല്ലേ. ഡു യു റിമെമ്പർ ദിസ് ആക്ടിവിറ്റി? കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു, അതിൽ നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു, അതിന്റെ കളർ നമ്മൾ നോട്ട് ചെയ്യുന്നു, ഡ്രോപ്പ് ആയിട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അതിന്റെ ഒബ്സർവേഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ പിന്നെയും സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്? സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ്? ഇവിടെ നോക്കണേ, state the color change observed here. ഏത് സമയത്താണ്? when sodium hydroxide is added, when a solution to the solution of sodium hydroxide, when 2 drops of phenolphthalein added, what happens to the color of that solution? The color will be changed into pink color അല്ലേ. കാരണം നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്. ബേസ് ഫിനോഫ്തലിൻ എന്ത് കളർ തരുന്നുണ്ട്? അല്ലെങ്കിൽ ഫിനോഫ്തലിൻ ബേസിൽ എന്ത് കളർ തരുന്നുണ്ട്? പിങ്ക് കളർ തരുന്നുണ്ട്. So we can write it gives pink color. Next question ആണ്, if dilute hydrochloric acid drop wise to the solution, what will be the color change? അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡൈല്യൂട്ട് HCl ഡ്രോപ്പ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. ആ സമയത്ത് കളറിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ആസ് വി ആൾ നോ, സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം എന്താണ് ചെയ്യുന്നത്? ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ. എന്താണ് ചെയ്യുന്നത്? പിങ്ക് കളറിനെ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കാരണം എന്താണ്? ഡൈല്യൂട്ട് HCl ഈ പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ആഡിങ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടു ദ എബവ് മിക്സ്ചർ വാട്ട് ഹാപ്പൻസ് ടു ദ കളർ റീഅപ്പിയേഴ്സ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? കളർ റീഅപ്പിയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ ബേസിന്റെ എമൗണ്ട് കൂടുന്നതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ. ഇവിടെ ഞാൻ ഫിനോഫ്തലിൻ ആഡ് ചെയ്തതിന് ശേഷം ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ കളർ പോയി, പിങ്ക് കളർ പോയി. കാരണം അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ എക്സസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ പിങ്ക് കളർ റീഅപ്പിയർ ചെയ്യാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഫിനോഫ്തലിൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് ഓഫ് ബേസിക് നേച്ചർ വരുന്നുണ്ട്. ബേസ് ഉണ്ടോ? ഫിനോഫ്തലിൻ എന്ത് നിറമാണ് തരുന്നത്? പിങ്ക് നിറമാണ് തരുന്നത്. Is it clear for you? Now we are moving to the next question. 2 grams of ferrous sulfate crystals are heated in a dry boiling tube. ഒരു boiling ട്യൂബിന്റെ അകത്ത് 2 grams of ferrous sulfate ഞാൻ എടുത്ത് ഹീറ്റ് ചെയ്യാണ്. What is the question? List any 2 observations. Name the type of chemical reaction taking place here and also write the balanced chemical reaction of the equation. Balanced chemical reaction എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? What are the observations? 2 observations are there. First observation എന്ന് പറയുന്നത്, the light green color of ferrous sulfate will be turned into brownish black color അല്ലെ. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഗ്രീൻ കളർ എന്തായിട്ട് മാറുന്നു? ബ്രൗണിഷ് ബ്ലാക്ക് കളർ ആയിട്ട് മാറുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. അവിടെ നമുക്ക് വേറൊരു ഒബ്സർവേഷനും കൂടിയുണ്ട്. എന്താണത്? യെസ്, ഇറ്റ് വിൽ ബി ഹാവിങ് എ പഞ്ചന്റ് സ്മെൽ. അതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു പഞ്ചന്റ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് സൾഫർ. ഓക്കെ, സൾഫർ ബേൺ ചെയ്യുന്നതിന്റെ സ്മെല്ലാണ് നമുക്ക് പഞ്ചന്റ് സ്മെല്ലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ, നെയിം ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷനുമാണ് ബാലൻസ് ചെയ്ത ഇക്വേഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഫെറസ് സൾഫേറ്റ് FeSO4 നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്? നമുക്ക് ഫെറിക് ഓക്സൈഡ് Fe2O3 കിട്ടുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡ് SO2 കിട്ടുന്നുണ്ട്, സൾഫർ ട്രയോക്സൈഡ് SO3യും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് ബാലൻസ് നൗ അല്ലേ. ഇപ്പം നമ്മൾ 2FeSO4 എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് കൈൻഡ് ഓഫ് റിയാക്ഷൻ ആണ്? ഇറ്റ് ഇസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ബിക്കോസ് ഇവിടെ ഹീറ്റ് എനർജിയുടെ സഹായത്തോടു കൂടിയാണ് ഫെറസ് സൾഫേറ്റ് എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ thermal decomposition reaction. So while you are writing an answer, you have to specify it and write. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് thermal decomposition reaction എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. Okay, now can we move to the next question? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? യു ഹാവ് ടു ജസ്റ്റ് ബാലൻസ് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ റിയാക്ഷൻ അല്ലേ. ഹൈഡ്രജൻ ഇറ്റ് ഇസ് H2, ക്ലോറിൻ ഇറ്റ് ഇസ് Cl2. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. ആസ് വി ഓൾ നോ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ദേ ആർ ഡയatomic molecules. That why H2 is written, hydrogen it is written as H2 and chlorine it is written as Cl2. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന
ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഫോർമുല എന്താണ്? HCl ആണ്. ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. ബാലൻസ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ജസ്റ്റ് റൈറ്റ് എ 2 ഹിയർ. എന്നാൽ മാത്രമേ ഇവിടെ 2 ഹൈഡ്രജനും 2 ക്ലോറിനുമായിട്ട് മാറത്തുള്ളൂ. ഇനി അടുത്ത റിയാക്ഷൻ നോക്കിക്കേ. ലെഡ് വെൻ റിയാക്ട് വിത്ത് കോപ്പർ ക്ലോറൈഡ്, ലെഡ് ക്ലോറൈഡ് ആൻഡ് കോപ്പർ ഇസ് ഫോംഡ് ഹിയർ. അപ്പോൾ നമ്മൾ എഴുതുവാണ്, ഓപ്ഷൻ ബി എഴുതുവാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലെഡ് PB, കോപ്പർ ക്ലോറൈഡ് CuCl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലെഡ് ക്ലോറൈഡ് PbCl2 ആയിട്ട് മാറുന്നു. മാത്രമല്ല നമുക്ക് എന്തും ലഭിക്കുന്നുണ്ട്? കോപ്പറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദിസ് ഇക്വേഷൻ ഇസ് ഓൾറെഡി ബാലൻസ്ഡ്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു ലെഡ് Cl2 രണ്ടെണ്ണമാണ്, സോറി Cl രണ്ടെണ്ണമാണ്, Cl രണ്ടെണ്ണമാണ്, കോപ്പർ ഒന്ന്, കോപ്പർ ഒന്ന്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തേർഡ് ഓപ്ഷൻ. സിങ്ക് ഓക്സൈഡ് കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിങ്കും കാർബൺ മോണോക്സൈഡും നമുക്ക് ലഭിക്കുന്നു. ദിസ് ഇസ് ഓൾസോ ആൻ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്നത് വേർഡ് ഇക്വേഷൻ ആണ്. വേർഡ്സിൽ തന്നെയാണ് നമ്മൾ വേർഡ് ഇക്വേഷൻ എന്നും ഈ തന്നിരിക്കുന്നത് എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി അല്ലേ? ഇതേപോലെ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണെന്നും ചോദിക്കാറുണ്ട്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 അസിഡിക് സൊല്യൂഷൻസ്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 3 അസിഡിക് സൊല്യൂഷൻസ് A, B, C ഹാവ് ഗിവൺ. അവരുടെ pH വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എന്റെ pH വാല്യൂ എന്ന് പറയുന്നത് എന്റെ pH വാല്യൂ 0 ആണ്, ബിന്റെ pH വാല്യൂ 3 ആണ്, സിന്റെ pH വാല്യൂ 5 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സൊല്യൂഷൻ ഹാസ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ്? ആസ് വി ഓൾ നോ, നമുക്ക് വാല്യൂ pH വാല്യൂസ് 0 to 14 വരെയാണ് ഉള്ളത്. അതിൽ 7ൽ നിന്ന് കുറവ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിക് നേച്ചർ കൂടുക എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ അസിഡിക് നേച്ചർ കാണിക്കുന്നത് എവിടെയാണ്? വാല്യൂ നിയർലി 0ന്റെ അടുത്താണ് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ തന്ന 3 വാല്യൂസിൽ അസിഡിക് നേച്ചർ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഏതിലാണുള്ളത്? ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് നമുക്ക് ആൻസർ എഴുതാം, എയിലാണുള്ളത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സൊല്യൂഷൻ ഹാസ് ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ്? ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഏതിലായിരിക്കും? H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവ്, അതായത് അത്ര വലിയ അസിഡിക് നേച്ചർ അല്ല. അപ്പൊ നമ്മുടെ pH വാല്യൂ കൂടുതലല്ലേ വേണ്ടത്? ഈ തന്ന 3 എണ്ണത്തിൽ pH വാല്യൂ കൂടുതൽ ആർക്കാണ്? ഇറ്റ് ഈസ് ഫോർ C. സോ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് C. ഹൗ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ബി ഡൈല്യൂട്ടഡ്? ഡിസ്ക്രൈബ് ദ പ്രോസസ്. എങ്ങനെയാണ് നമുക്കൊരു ആസിഡിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ആസിഡിനെ വെള്ളത്തിലേക്കാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നമ്മൾ ആസിഡിനെയാണോ ആഡ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് 2 or 3 സെന്റൻസിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു ബീക്കറിനകത്ത് നമ്മൾ വാട്ടർ എടുക്കുന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് വാട്ടർ എടുക്കുന്നു, അതിൽ ഇച്ചിരി ഡ്രോപ്പ് വൈസ് ആയിട്ട് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു. അത് ഏത് ആസിഡ് ആണെങ്കിലും ആസിഡ് ആഡ് ചെയ്തു, എന്നിട്ട് നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുന്നത്? ബിക്കോസ് മിക്സിംഗ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഇറ്റ് ഇസ് ഹൈലി എക്സോത്തോമിക് അല്ലെ? ഹൈലി എക്സോത്തോമിക് റിയാക്ഷൻ ആണ്. അത് കാരണം ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബേണിംഗ് ഒന്നും കോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് കുറച്ചായിട്ട് ആസിഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡൈല്യൂഷൻ നടക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? സോ pH വാല്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 100% എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഇസ് ആഡഡ് ടു എ ടെസ്റ്റ് ട്യൂബ് containing potassium iodide solution. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ലെഡ് നൈട്രേറ്റ് സൊല്യൂഷൻ ഇസ് ആഡഡ് ടു ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം അയോഡൈഡ്. ലെഡ് നൈട്രേറ്റിന്റെ ഫോർമുല എന്താണ്? PbNO3 ട്വൈസ് ആണ് അല്ലെ? ലെഡ് നൈട്രേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡും മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ലഭിക്കുന്നത്? നമുക്ക് ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും മിക്സ് ചെയ്യുന്ന സമയത്ത് ലെഡ് അയോഡൈഡും പൊട്ടാസ്യം നൈട്രേറ്റുമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ലെഡ് അയോഡൈഡ് എന്ന് പറഞ്ഞാൽ PbI2 ആണ്, പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് KNO3 ആണ്. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടോ. ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ നെയിം ആൻഡ് ദ കളർ ഓഫ് ദ കോമ്പൗണ്ട് പ്രസിപ്പിറ്റേറ്റഡ് ഹിയർ. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല ഭംഗിയിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണല്ലേ? ഈ പറഞ്ഞ ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്നത് ആരാണ്? ഇറ്റ് ഇസ് ലെഡ് അയോഡൈഡ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഏതാണ്? ലെഡ് അയോഡൈഡ് ആണ്, PbI2 ആണ്. എന്ത് കളറാണ്? യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് form ചെയ്യുന്നത്. It is yellow precipitate. Next question, write the balanced chemical equation for the reaction involved. ഈ equation balanced ആണോ? അല്ല, we have to balance it അല്ലേ? ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ NO3 എനിക്ക് 2 എണ്ണം ഉണ്ട്, ഇവിടെ NO3 എനിക്ക് 1 ഉള്ളൂ. അപ്പം ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 2 ഇട്ടു. ഇവിടെ 2 പൊട്ടാസ്യം ആയേ. അപ്പം ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന റിയാക്റ്റഡ് സൈഡിൽ ഞാൻ 2 ഇട്ട് കൊടുത്തു. Now the equation it is balanced equation. Last question, name the type of reaction and justify your answer. ഈ തന്നിരിക്കുന്നത് ഏത്
ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലേ? ഈ തന്നിരിക്കുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ്? ദ റിയാക്ഷൻ ഇൻ വിച്ച് there is an exchange of ions between the reactants are called double displacement reaction. Okay, so ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അത് എന്താണെന്ന് നിങ്ങളടുത്ത് സ്പെസിഫൈ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാനും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ can I ask you one thing? ഞാനൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ തരുന്നൊരു എക്സാമ്പിൾ ആണ് A പ്ലസ് ബി ഗേവ്സ് എ ബി എന്നും അതുപോലെ തന്നെ A plus BB gives AB plus BA. ഇത് രണ്ടും ഫസ്റ്റ് വൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നുള്ളത് യു ഹാവ് ടു ജസ്റ്റ് കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, സോ ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇനി MCQസിന്റെ ഒരു കോണ്ടന്റ് വീഡിയോ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി ക്യാൻ സീ. ബൈ ബൈ.